ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രകാശനും അമ്മയും പോയ അതേ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടാണുള്ളത് കിരണും കല്യാണിയും. അപ്പോൾ അവിടെ വെച്ച് രണ്ടുപേരും കൂട്ടിമുട്ടി. അപ്പോൾ പ്രകാശൻ കല്യാണിയോടും കിരണിനോടുമായിട്ട് പറയാണ്, ഏറെ സന്തോഷിക്കല്ലേ, നീയൊക്കെ ഒരുപാട് സന്തോഷിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും കാർത്തികയുടെ അമ്മയും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറില്ല. ഈ കെട്ട് അവർ നടത്തിയിരിക്കും. വാക്കിന് വിലയുള്ളവരാണവർ. നീയൊക്കെ കാണാൻ പോകുന്നേയുള്ളൂ പൂരം, നീ കണ്ടോ? അപ്പോൾ കിരൺ പറയാണ്, അതിനു മുമ്പ് നമുക്ക് വീണ്ടും കോടതിയിൽ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഇയാൾ ജയിലിലേക്ക് പോയാൽ പിന്നെ എങ്ങനെയാണ് കല്യാണി കെട്ട് നടക്കുന്നത്? പ്രകാശൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, എടാ നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം. കല്യാണിയോട് പറയാണ്, നിൻ്റെയും അറിയാടി, നീയും നിൻ്റെ അമ്മയും കൂടി പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ കല്യാണം മുടക്കിയത്? അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയാണ്, തമിഴ്നാട്ടിൽ കിടന്ന ലക്ഷ്മി എന്ന് പറഞ്ഞവരെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവരാണ്, യവനും എവളും ആയിരിക്കും. അപ്പോൾ അത് കേട്ട് കിരൺ പറയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ കിരൺ പറയാണ്, ഞങ്ങൾക്കതിനുള്ള സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീയുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നത്. അപ്പോൾ തന്നെ പ്രകാശൻ ഇടയ്ക്ക് കയറി പറയാണ്, അല്ല നീയൊക്കെ ചേർന്ന് എന്നെ അങ്ങ് ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ശ്രമിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോകുന്നതിന് മുമ്പെങ്കിലും ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ കിരൺ പറയാണ്, അവരുടെ മുഖത്ത് കണ്ണില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളെപ്പോലെ ഒരുത്തനെ എങ്ങനെയാണാവോ അവർ കയറി സ്നേഹിച്ചത്? അപ്പോൾ അമ്മുമ്മ, എടാ എൻ്റെ മോനെയും കൊച്ചുമോനെയൊക്കെ ഏത് പെണ്ണും കയറി പ്രേമിക്കും. അപ്പം പിന്നെ അമ്മ പറയാണ്, ഒരു സമയത്ത് അവർക്ക് കാശില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ജനിച്ച നാൾ മുതൽ അവർ രണ്ടുപേരും നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാരാ. അത് കേട്ട് കല്യാണി, രണ്ടാളും കൊമ്പന്മാരാണെന്ന് മുഖത്ത് എഴുതി ഒട്ടിക്കണം. അത് കേട്ട് പ്രകാശം പറയാണ്, നീ കുറേ നേരം കൊണ്ട് വലിയ വലിയ ഡയലോഗ് അടിക്കുന്നു. ഭയങ്കര രസം തന്നെ നിന്നെ ഇവനെയും കാണാൻ. അയ്യോ കളിയാക്കരുതേ, കൂടുതൽ കളിയാക്കരുതേ. പിന്നെ നീ എൻ്റെ മോനെക്കുറിച്ച് എന്തെന്നാടി പറഞ്ഞത്? കൊമ്പനല്ലെന്നോ? ഏടി കൊമ്പനാണെടി അവൻ. കൊമ്പനായതുകൊണ്ടാണ് ഇവൻ്റെ പെങ്ങൾ അവനെ കയറി പ്രേമിച്ചതും വലവീശി പിടിച്ചതും ദോഷം കേൾപ്പിച്ചതും. അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അത് കേട്ട് കല്യാണി, അത് സോണിക്ക് പറ്റിയൊരു സോണിക്ക് പറ്റിയ അബദ്ധമല്ലടി. അവൾക്ക് നല്ല കാഴ്ചശക്തിയും സൗന്ദര്യബോധവും ഉള്ളതുകൊണ്ട് എൻ്റെ മോനെ വലവീശി പിടിച്ചെടുത്തതാ. അറിയാമോ നിനക്കൊക്കെ? എന്നിട്ടിപ്പോൾ ഒരു രണ്ടാം കല്യാണം നടത്തി ഒരു അമേരിക്കക്കാരനെ. എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം കിട്ടി കഴിഞ്ഞാൽ കോടതിക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവളുടെ ആദ്യ ഭർത്താവ് എൻ്റെ മോനാ. ഇനി കോടതി ഒന്നും നിഷേധിക്കാൻ പോകുന്നില്ല. പലതും അറിഞ്ഞിട്ട് കൊടുക്കേണ്ടവർക്ക് ശിക്ഷ കൊടുക്കാൻ തന്നെ കോടതി തീരുമാനിച്ചത്. ഇനി കോടതിയിൽ ഒന്നല്ല ഒരുപാട് തവണ നിങ്ങളുടെ മോനും കൊച്ചുമോനും കയറി ഇറങ്ങേണ്ടി വരും. കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോവുക. കോടതിയുടെ മുമ്പിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ഇവളുടെ അമ്മയെ ഒഴിഞ്ഞില്ലേ എൻ്റെ മോൻ? പിന്നെന്താ കുഴപ്പം? ഒഴിഞ്ഞത് കുറച്ച് ദിവസം മുമ്പല്ലേ. അതിനു മുമ്പേ ഇയാളുടെ ഭാര്യ ആയിരുന്നില്ലേ ഇവളുടെ അമ്മ? എന്ന് വെച്ചാൽ ആദ്യ ഭാര്യയായിട്ടുള്ള ബന്ധം ഒഴിയാതെയാണ് 25 കൊല്ലം ഇയാൾ ഇവളുടെ അമ്മയായിട്ട് ജീവിച്ചത്. അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾ കോടതിയിൽ പറയേണ്ടി വരും. അതിൻ്റെ കൂടെ വീണ്ടും കെട്ടാൻ പോകുന്നതിന് കല്യാണ ലെറ്റർ മുതൽ തെളിവാ. പിന്നെ ആദ്യ ഭാര്യ കൊടുത്ത കേസും കോടതിയിലുണ്ട്. ആദ്യം അതിനൊക്കെ ഒരു പരിഹാരം കാണും, എന്നിട്ട് മതി അടുത്ത കല്യാണം. എന്നിട്ട് ഈ വെല്ലുവിളി വിളിക്കുന്നതും പൊങ്ങച്ചം പറയുന്നതും ഒക്കെ ആയിരിക്കും നല്ലത്. കേട്ടാ? നീ വാ കല്യാണി, ചെല്ലടാ ചെല്ല്, രണ്ടും കൂടെ ചെല്ല്. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് കുറച്ച് മന്ത്രം കൂടുതൽ ചെല്ലിപ്പിക്കുക. നീയൊക്കെ എത്ര മന്ത്രം ചൊല്ലിപ്പിച്ചാലും ഏതൊക്കെ വഴിപാടുകൾ നടത്തിയാലും ഞാനും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ആ മനോഹരമായ കല്യാണം. അപ്പാഴ് ദീപ നിൻ്റെ അമ്മ, അതിനു മുമ്പ് ഞാൻ കെട്ടിയവൾ ലക്ഷ്മി, നിൻ്റെ അനിയത്തി ചോണി, പിന്നെ നിൻ്റെ ചേച്ചി കാദംബരി കൺകുളിർക്കെ കാണും. അത് കേട്ട് കല്യാണി, എന്താ കാണാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കാടി. ഐശ്വര്യം നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കിട്ടും. സമയം ശരിയാവുമ്പോൾ.
സമയം ശരിയായാലും മനസ്സ് നന്നായില്ലെങ്കിൽ ഐശ്വര്യം കടന്നു വരില്ല. ഇപ്പം കടന്നു വന്നതോ? ശരിയാ കല്യാണി, ഇവരിപ്പോൾ വലിയ കാശുകാരാ. അതുകൊണ്ട് നമുക്ക് നമ്മളെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. കല്യാണി വാ പോവാം. ചെല്ല് ചെല്ല് പോയി തൊഴ്. അമ്മ മോനോട് കൈ പിടിച്ചിട്ട് പോവാണ്. അപ്പോൾ മോനോട് അമ്മ പറയാണ്, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം വാ. ഇതിനൊക്കെ വരാൻ കണ്ട സമയം. അമ്മേ നിൽക്കമ്മേ, നമ്മുടെ തൊട്ടടുത്ത് വേറെ വല്ല ഏതെങ്കിലും അമ്പലമുണ്ടോ? ഇതിനി അല്ല, ഈറ്റിങ്ങൾ ചെന്ന് നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമുക്ക് അതിനുള്ള പരിഹാരക്രിയ അവിടെ ചെയ്യാം. അതൊന്നും വേണ്ടടാ, ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് മാത്രം മതി ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പരിഹാരമായിട്ട്. നീ വാ. പിന്നെ സരയു കുട്ടീനെ തൊട്ടിൽ കിടത്തിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ കുട്ടിയുടെ അടുത്ത് തന്നെ മനോഹർ ഉണ്ട്. മനോഹർ നന്നായിട്ട് കളിപ്പിക്കുകയാണ് കുട്ടിയെ. മനോഹർ കുട്ടിയെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ സരയുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം മനസ്സിൽ ചിന്തിക്കുകയാണ്, മുങ്ങാനുള്ള സമയമായി. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുങ്ങുന്ന ഞാനിപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തൊട്ടിൽ വാട്ടിക്കൊണ്ടിരിക്കുക. മേച്ചൽപ്പുറം തേടിപ്പോകാനുള്ള സമയമായി. എന്നാൽ ഇവിടെ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പെണ്ണ് കെട്ടിയിട്ട് ഇത്രയും നാൾ കടിച്ചു തൂങ്ങി നിന്നിട്ടില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തരപ്പെടുത്തി എടുക്കാതെ പോകുന്നതും ശരിയല്ല. അപ്പോഴാണ് സരയുവിൻ്റെ ചോദ്യം, എന്താ മോളെയും നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നേ? അല്ല, മോള് നിന്നെപ്പോലെ തന്നെയാ, ഒരു ശല്യവും ഇല്ല. അവളുടെ അടുത്ത് പോയിരുന്നിട്ട് പറയാം, ഞാൻ ഈ പ്രായത്തിലൊക്കെ ഭയങ്കര ശല്യക്കാരിയായിരുന്നു എന്നാണ് അച്ഛനും അമ്മയും ആൻറ്റിയും ഒക്കെ പറയുന്നത്. വളർന്ന ശേഷവും ഞാൻ കുറച്ചൊരു കാന്താരിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം മോള് ഒരു തലവേദനയും ഉണ്ടാക്കിയിട്ടില്ല. അത് ജീവിതത്തിൽ മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിച്ചത് മനുവേട്ടനാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറമാണ് മനുവേട്ടൻ തന്ന സ്നേഹവും കരുതലും ഒക്കെ. അതിന് ക്യാഷായിട്ടും സ്വർണ്ണമായിട്ടും ഒക്കെ എനിക്ക് തരേണ്ടത് തന്നാൽ മതി. മനു മനസ്സിൽ ചിന്തിക്കുക. എന്താ മനുവേട്ടാ വീണ്ടും ആലോചിക്കുന്നേ? എൻ്റെ മോളു എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ തന്നു. ഞാനതിന് മോളൂന് എന്ത് തിരികെ തരണമെന്ന് ആലോചിക്കുക. എനിക്കിപ്പം തന്നെ മനുവേട്ടൻ ആവശ്യത്തിലധികം സ്നേഹം തരുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ മനുവേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, അടുത്ത ജന്മത്തിലും എന്നെ തന്നെ ഭാര്യയായിട്ട് കിട്ടണമെന്ന്. അതൊരു 1000 തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിലും മനുവേട്ടൻ തന്നെയായിരിക്കണം എൻ്റെ ഭർത്താവെന്ന്. നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതേ സംഭവിക്കൂ. അതെ മനുവേട്ടാ, അമേരിക്കയിലേക്ക് വരാൻ അമ്മ വാശി പിടിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോകാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആദ്യം നമ്മൾ അവിടെ പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോകണ്ട. അയ്യോ അതെന്താ? അത് വേറൊന്നും കൊണ്ടല്ല മനുവേട്ടാ, നമുക്ക് നമ്മുടേതായ ലോകത്ത് കുറച്ച് ദിവസം ജീവിക്കണം. ഞാനും മനുവേട്ടനും കുഞ്ഞും മാത്രമായിട്ടുള്ള ജീവിതം. അതൊക്കെ കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് മതി അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടുപോകുന്നത്. അയ്യോ അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആൾ വേണ്ട മോളൂ? അതിനവിടെ സെർവൻ്റ് ഇല്ലേ? അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണെന്നാ ഇവിടെ വിചാരം. എന്താ ഒന്നും മിണ്ടാത്ത മനുവേട്ടാ? അത് പിന്നെ കൂടുതലും മദമ്മമാറാ സെർവൻ്റായിട്ടുള്ളത്. അവർക്ക് ഈ മലയാളി കുഞ്ഞുങ്ങളെ എടുക്കാനും പരിചരിക്കാനും ഒക്കെ അറിയാമോ എന്നൊരു സംശയം. മലയാളി സെർവൻറ്റിന് അവിടെ കിട്ടില്ലേ? ഇനി നമുക്ക് അന്വേഷിക്കാം. തുടക്കത്തിൽ മോളുവിൻ്റെ അമ്മയും കൂടി കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ആരെയും നോക്കണ്ടെന്നാണ് കരുതിയത്. ഏതായാലും എൻ്റെ അമേരിക്കൻ സുഹൃത്തുക്കളെ ഒന്ന് വിളിച്ച് പറയാം. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു സാഗരം പോലെയാണ്, അതിനെവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. മനസ്സിൽ ചിന്തിക്കുക, അതിന് എവിടെയും പോകാം. അമേരിക്കയിലോ ജർമ്മനിയിലോ ജപ്പാനിലോ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അങ്ങനെ മനസ്സിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണെന്ന് കരുതി മനസ്സമാധാനത്തോടെ നിൽക്കാം. അങ്ങനെ വിശ്വസിക്കാനും കരുതാനേ പറ്റൂ എൻ്റെ സരയൂ. കുഞ്ഞിനെ കളിപ്പിക്കാൻ വീണ്ടും വന്നിരുന്നിട്ടും മനുവിൻ്റെ ചിന്ത മറ്റെവിടെയോ ആണ്. പിന്നെ ഇതാ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരി. അപ്പം ശാരി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മരുമോനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതൊന്നും സത്യമാവല്ലേ, എൻ്റെ മോളുടെ ദാമ്പത്യ ജീവിതം തകരല്ലേ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ അവൾ ജീവിക്കണേ, എൻ്റെ മോൾ ഒരിക്കലും എൻ്റെ മോളല്ല എന്നറിയല്ലേ. ശാരി പിന്നെ നേരെ തിരുമേനിയുടെ അടുത്തേക്കാണ് പോയത്. തിരുമേനി പറയാണ്, കുറച്ച് നാളായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ, ഇനിയിപ്പോൾ മിക്കപ്പോഴും ഇങ്ങോട്ട് വരേണ്ടി വരും തിരുമേനി, വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആദി കയറുന്ന സമയത്ത് മാത്രം ദൈവത്തെ കണ്ടിട്ട് കാര്യമില്ല, കഴിയുമ്പോഴൊക്കെ വന്ന് കാണണം.
മിക്ക ആൾക്കാരും ആവശ്യങ്ങൾ നേടിയെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണാൻ ശ്രമിക്കില്ല. എൻ്റെ മോളുടെയും മരുമോൻ്റെയും പേരിൽ ഒരു സ്വയംവര അർച്ചന കഴിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും പൊരുത്തക്കേടോ മറ്റോ ഉണ്ടോ? ഏയ് ഇല്ല, അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് തിരുമേനി. ആയിക്കോട്ടെ. അപ്പോൾ തിരുമേനി മനസ്സിൽ ചിന്തിക്കുകയാണ്, കല്യാണിയെ ദ്രോഹിച്ചതിൻ്റെ തിരിച്ചടി കിട്ടാതിരിക്കില്ല. അപ്പോഴാണ് നിഷയും അമ്മയും അതുവഴി വരുന്നത്. അപ്പോൾ നിഷ അവരെ കണ്ടു, ശാരിയെ. എന്നിട്ട് പറയാണ്, അമ്മേ അതാ സരീവിൻ്റെ അമ്മ. അമ്മ ദേഷ്യം കയറിയിട്ട് ഒന്നും പറയണ്ട, ചെയ്യരുത് എന്നാണല്ലോ കിരണേട്ടനും കല്യാണിച്ചിയും പറഞ്ഞിരിക്കുന്നത്. ശാരി മനസ്സിൽ ചിന്തിക്കാണ്, ദൈവമായിട്ടാണല്ലോ അവരെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ രണ്ടുപേരും അടുത്ത ശേഷം ശാരി ചിരിച്ചുകൊണ്ട് പറയാണ്, ആഹാ മോള് കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോയില്ലേ? മരുമോൻ അമേരിക്കയിലാണെന്നല്ലോ പറഞ്ഞത്. അമേരിക്കയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ട് നടക്കുക ഇവളുടെ ഭർത്താവ്. നിഷയുടെ അമ്മ പറയാം. എന്നാലും ഞങ്ങളുടെ ചതി വേണ്ടായിരുന്നു. അപ്പോൾ ശാരി ചോദിക്കാണ്, ചതിയോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും മോൾ അത്ര സുഖത്തിലായിരുന്നില്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിഷ പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒന്നും സംസാരിക്കരുത്. പക്ഷേ അതിന് നിങ്ങളും നമ്മളും തമ്മിലൊരു വഴക്കൊന്നുമില്ലല്ലോ, ശത്രുതയോ ഇല്ല. ജീവിതത്തിൽ എനിക്കും ഇവൾക്കും ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളെ സ്നേഹിച്ച മേഘനയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അവൾ എൻ്റെ മോളല്ലെങ്കിലും അവൾക്ക് ഞാൻ രണ്ടാനമ്മയാ. എന്നിട്ടും അതിൻ്റെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുത്തില്ല. ഇവളാണെങ്കിൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടതുമില്ല. ഇതിന് ഇരട്ടിയായിട്ടാ ദൈവം ഞങ്ങളെ ശിക്ഷിച്ചത്. ഹരി ചോദിക്കുക, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നിഷ പറയാം, ഞങ്ങൾ അറിയേണ്ടത് കുറച്ച് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം. ആസേട്ടനും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ നല്ല അടുപ്പക്കാരായിരുന്നു. എന്നിട്ടാണ് എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങേരെ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തറുത്തത്. ഞാൻ ഈ അമ്പലനടയിൽ വെച്ച് പറയുക, അയാൾ ഞങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒരുപാട് കരയേണ്ടി വരും, കൂടെ നിങ്ങൾക്കും. അതുകൊണ്ടിനി അമ്പലത്തിൽ വന്ന് ദൈവങ്ങളെ ശല്യപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവനവൻ്റെ പ്രവൃത്തി നന്നാവാതെ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. മോളെ. പിന്നെ ശാരി ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ പുറത്ത് തന്നെയുണ്ട് ബകാസുരൻ. ശാരി നേരെ ബകാസുരൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളെ തലയിൽ കയ്യും വെച്ചുകൊണ്ടാണല്ലോ ഒരുത്തി പ്രാഗിയത്. നിഷയുടെ അമ്മ. എന്തിനാണെന്ന് മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ അവളുടെ മോളുടെ ജീവിതം തകർത്തതിനാണെന്ന് പറഞ്ഞു. അത് കേട്ട് ബകാസുരൻ ഒന്ന് ഞെട്ടി. അപ്പോൾ ശാരി വീണ്ടും പറയാണ്, എങ്ങനെയാ തകർത്തത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ബകാസുരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, സദാശിവൻ എന്നെ വിളിച്ചിരുന്നല്ലോ. അവരുടെ മോളുടെ ജീവിതം തകർത്തത് ഇവിടെ ഒരുത്തനായിരുന്നല്ലോ. മറച്ചു വെച്ചതിൻ്റെ ദേഷ്യം എന്തായാലും അവരുടെയൊക്കെ മനസ്സിൽ കാണും. അപ്പോൾ ശാരി ചോദിക്കുക, നിങ്ങളെന്തായി ആലോചിക്കുന്നത്? അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കായിരുന്നു. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഞാനറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഏതു നേരവും മനുവിനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ ഒരിക്കലും എൻ്റെ മോളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? നീ അന്വേഷണം തുടങ്ങിയല്ലോ, ഇനി അതിൻ്റെ കാരണമൊക്കെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും വട്ടുപിടിച്ച് പറയുന്നു എന്നല്ലേ നീ പറയുന്നത്? ഞാൻ പലതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. മിക്കവാറും ഇനി മെൻ്റലാവാൻ പോകുന്നത് ഞാനാ. അങ്ങനെ വന്നാൽ ഇവിടെ പിന്നെ ഒരു കൂട്ടമരണം നടക്കും. ഹരി, ഞാൻ ജീവിതത്തിൽ തെറ്റു ചെയ്തിട്ടുള്ളത് നിനക്കും നിൻ്റെ മോൾക്കും വേണ്ടി മാത്രമാണ്. നിൻ്റെ മോള് നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളഞ്ഞ വഴി സ്വീകരിച്ചത്. മോള് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അത് കേട്ട് ബകാസുരൻ ഒന്ന് ഞെട്ടി. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ഓരോന്നും സങ്കല്പിച്ചെടുത്തിട്ട് ഒന്നും ചോദിക്കാറില്ല. സമയത്ത് എൻ്റെയും എൻ്റെ മോളുടെയും ഭാഗ്യം നിങ്ങളാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതേ നാവ് കൊണ്ട് ഞാൻ പറയുക, എൻ്റെയും എൻ്റെ മോളുടെയും ഇപ്പോഴത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ശാരി, നമുക്കൊരു തകർച്ചയുണ്ടാകുമ്പോൾ കുടുംബനാഥനൊപ്പം എല്ലാവരും നിൽക്കുക വേണ്ടത്. അല്ലാതെ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ചകഞ്ഞെടുത്തിട്ട് അയാളെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ശാരി കരഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാ. ഒരു തീപ്പൊരി ഉള്ളിൽ വീണിരുന്നു. അതിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇതേ അതിനേക്കാൾ വലിയൊരു തീപ്പൊരി എൻ്റെ മനസ്സിൽ വീണിരിക്കുക. ശരിയാണോ തെറ്റാണോ എന്നെനിക്ക് കണ്ടെത്തണം. ശരിയാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ പിന്നെ മരിക്കുന്നതാണ് നല്ലത്. അത് പറഞ്ഞ് ബകാസുരൻ്റെ ഇടയിൽ കൂടി അങ്ങ് പോയി ശാരി. പിന്നെ മനു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അച്ഛൻ്റെ കുഞ്ഞു വാവേ, അച്ഛൻ്റെ സ്വത്തേ, അയ്യോ മുത്തുമണി, എൻ്റെ കുഞ്ഞു വാവേ, അച്ഛൻ്റെ സ്വത്തേ. അപ്പോൾ സരയു പറയാ, അച്ഛൻ്റെ കുഞ്ഞുമോള് തന്നെയാണ് അച്ഛനെ കൊത്തി വെച്ചതുപോലെ തന്നെ ഉണ്ട്. അത് പിന്നെ മോള് എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, അതിനുള്ള സമ്മാനമാണ് ദൈവം തന്നത്. അപ്പോൾ പിന്നെ എന്നെ കൊത്തി വെച്ചതുപോലെയല്ലേ ഇരിക്കുക, അല്ലേടാ? അപ്പോൾ ഷാരി മാറി നിന്ന് ചിന്തിക്കുകയാണ്, അതെ, അവനെ കൊത്തി വെച്ചതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞുമോള്. പക്ഷേ ഇനി ഞാൻ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ താഴെ ഒരു വട്ടൻ ഇരുന്ന് പറയുന്നത് പോലെ എൻ്റെ മരുമോൻ ഒരു മോശക്കാരനായിരിക്കുമോ? അനു ചക്കര വാവയെ എന്നൊക്കെ വിളിച്ച് കളിപ്പിക്കുകയാണ്. ഷാരി മെല്ലെ അവിടെ നിന്നും പോയി. ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല, അതൊക്കെ എൻ്റെ തോന്നലാണ്. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക എന്തൊക്കെയോ കണക്കുകളൊക്കെ എഴുതി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കാർത്തിക ഒന്ന് തല ഉയർത്തി നോക്കുകയാണ്. മോളെ, ഞാൻ ചെന്നൈയിലെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. അമ്മ അവിടെ ഉണ്ടെങ്കിലും ഞാൻ വെരിഫൈ ചെയ്താലേ അമ്മയ്ക്ക് തൃപ്തി വരൂ. അപ്പോൾ കാർത്തിക ചിന്തിക്കുക, കള്ളൻ്റെ കയ്യിലാരും താക്കോല് ഏൽപ്പിക്കാറില്ലല്ലോ. പകുതി ജോലി ഭാരം അവൻ്റെ കയ്യിലായിരിക്കണം. ഒന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ല, നാളെയല്ലേ കോടതി? അതേ മോളെ, നാളെയാണ് ആ ദിവസം. എനിക്കിപ്പോൾ അതല്ല, കിരണും കല്യാണിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ ഈ കേസിനെ ചിലപ്പോൾ വഴിതിരിച്ചു വിടും. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു ടെൻഷനാണ് എനിക്ക്. നമുക്കൊരു നല്ലൊരു വക്കീലിനെ വെച്ച് നോക്കിയാലോ മോളെ, ഒരു കുറച്ചുകൂടി നല്ലൊരു വക്കീൽ. പിന്നെ നമ്മുടെ വക്കീൽ മോശമാണോ? അല്ല, നല്ല വക്കീൽ തന്നെ. അവർ വേറെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് സാക്ഷികളൊക്കെ വെച്ചാൽ അവർ വേറെ കേസുകളൊക്കെ നമ്മൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ലേ? അതിലൊന്നിലും ഒരു കാര്യമില്ല അച്ഛാ. കേസ് ജയിച്ചാലും തോറ്റാലും അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കെട്ടിയിരിക്കും. അല്ല മോളെ, നാളെ ഈ കോടതിയുടെ വിസ്താരമൊക്കെ നടക്കുന്ന സമയത്ത് അത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലും ഞാൻ വരുന്നില്ല. എനിക്ക് അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നവരെ കണ്ടു കഴിഞ്ഞാലേ എൻ്റെ രക്തം തിളക്കും. വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ പറയുന്നത് പോലെ 25 വർഷം മാറി എന്നിട്ട് അവരിപ്പോൾ അവതരിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം മുടക്കാനല്ലേ? അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അവളെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. അച്ഛൻ ഈ ആദ്യ ഭാര്യയുമായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചുകൂടായിരുന്നോ? അത് കേട്ടതും പ്രകാശൻ ഷോക്കടിച്ചതുപോലെയായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.